ഇങ്ങോട്ട് നോക്കിയാണേ മാഷാ അല്ലാഹ് ബോർഡ്. ഏതൊരു വീട് പണി നടക്കുന്ന സ്ഥലത്ത് കാണുന്ന സ്ഥിരം കാഴ്ച അത്. ഞാനൊരു ഇലക്ട്രീഷ്യനാണ്. ഞങ്ങൾ പണിക്കോയാൽ കാണാം വീട് ഉണ്ടാക്കുന്ന ആളുകൾ തുടക്കത്തിൽ എന്താക്കും, ഇതിന് വളരെ കുറഞ്ഞ പൈസയുള്ളൂ, 100 റുപ്യ കൊടുത്താൽ മാഷാ അല്ലാഹ് എന്നുള്ളൊരു പ്രിൻ്റ് കിട്ടും. അത് വാങ്ങിയിട്ട് വീടിൻ്റെ മുന്നിലാണ് സ്ഥാപിക്കും. ഇപ്പോൾ വീട് തുടങ്ങുമ്പം ഏതൊരാൾക്കും എൻ്റെ വീട് പണി പെട്ടെന്ന് പൂർത്തിയാണെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഒരു എന്താ പറയുക, ഒരു ഈമാൻ്റെ ഭാഗമായിട്ട് വാങ്ങണ തന്നെ, ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വാങ്ങണ തന്നെയാണ് ഈ സംഗതി. പക്ഷേ വീടൊക്കെ പൂർത്തിയായി പിന്നെ തേപ്പും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അള്ളാനെ വേണ്ടിയിട്ടോ എന്താണെന്ന് അറിയില്ല, ഈ സാധനം പിന്നെ കടക്കൽ ഈ വേസ്റ്റ് കൂട്ടിയിട്ട് ഈ സ്ഥലത്താണ് ഇത് കാണുന്നത്. ഞാനത് കണ്ടപ്പം ഈ വേസ്റ്റിൽ ഈ കിടക്കുന്ന സ്ഥലത്തേന് ഇത് ഉണ്ടായിന്. പിന്നെ ഞാനിത് കണ്ടപ്പോൾ ഇതൊന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ച് ഇപ്പോൾ ഇത് ഉണങ്ങി വൃത്തിയായി. ഈ സാധനം വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ല തന്നെയാണ്, അള്ളാൻ്റെ കലാമാണ്. പക്ഷേ ഇതിൻ്റെ ഗൗരവം നിങ്ങൾക്കറിയാം. ഇതിലും വലിയൊരു വാചകം ഒന്നും ലോകത്തില്ല. ഏറ്റവും ഗൗരവപ്പെട്ട വാചകം അത്. ഇതിൻ്റെ വില നിങ്ങൾ കാണുന്നത് 100 റുപ്യക്കാരം അല്ലെങ്കിൽ 50 റുപ്യക്കാരം. പക്ഷെ പണി കയ്യോളമാണ്. ഒരു വീടുണ്ടാക്കി പണി കയ്യോളാണെങ്കിൽ ഇതിന് വാല്യൂ കാണുള്ളൂ. പണി കഴിഞ്ഞാൽ ഇത് തുപ്പക്കൊട്ടിയിലാണ്. ദയവ് ചെയ്ത് ഇതിൻ്റെ പോരിശയിൽ ഇത് കൊണ്ടെടുക്കാൻ കഴിയാത്ത ആളുകൾ ഈ സാധനം വീട്ടിൽ വെക്കരുത്. കഴിയുന്ന ആളുകൾ മാത്രം വെച്ചാൽ മതി, അല്ലെങ്കിൽ തീരെ വെക്കാക്കുക, മനസ്സിലുണ്ടായാൽ മതി. അപ്പം ദയവ് ചെയ്ത് ഇത് അപമാനിക്കാൻ നിൽക്കരുത്. ഇത് കളി കുട്ടിക്കളിയല്ല. ഓക്കെ.